അവർ മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ അറിവില്ലാതെ മാറ്റി. ഇപ്പോഴും അവർ ഔദ്യോഗികമായിട്ട് നിങ്ങളെ മാറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും കരുതുന്നു. എന്നെ മാറ്റിയിട്ടാണ് IPS പോലീസ് ഓഫീസർ കൊടുത്തത് എന്ന് പറഞ്ഞത്. ഈ പ്രൊപ്പഗൻഡയെ കുറിച്ച് സെക്രട്ടറി സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കട്ടെ, BJPയുടെ ജനങ്ങൾ അകന്നു നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ ഹിന്ദുത്വ കാഴ്ചപ്പാട്, വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആണ് ജനങ്ങൾ BJPയുടെ ഒരു അകലം പാലിക്കുന്നത്. ഇപ്പോഴും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടോ BJPയെ സംബന്ധിച്ചുകൊണ്ട്? ഒരിക്കലും യാഥാർത്ഥ്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞു, അത് മാറ്റിയെടുക്കണം. അതൊരു വിശ്വാസമാണ്. മറ്റുള്ളവർ ആൾക്കാർ അടിച്ചേൽപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. BJP ഭയങ്കര പ്രശ്നമാണ്, RSS പ്രശ്നമാണെന്നല്ലോ. അത് മാറ്റിയെടുക്കണമെങ്കിൽ അവരുടെ വീടുകളിൽ പോയി അവരുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ സംസാരിക്കൂ. BJPക്ക് RSSന് ഒരു വർഗീയ അജണ്ട ഇപ്പോഴും കരുതുന്നു. ഒരിക്കലും ഇല്ല. പക്ഷെ അതിൽ ചില ആൾക്കാരുണ്ട്, പറഞ്ഞില്ല, അത് BJP അല്ല, അത് BJP എന്ന പാർട്ടിയല്ല. ചില ഹിന്ദു എന്ന് പറയുന്ന ചില ആൾക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നത്. അവരൊക്കെ മുടക്കണം, നിങ്ങൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ അതായത് വർഗീയത ഉണ്ടാക്കുന്ന ഏതെങ്കിലും ലീഡറാണെങ്കിൽ അവൻ അപ്പം കട്ട് ചെയ്യണം, ഓൺ ദി സ്പോട്ട്. ഒരു ഘട്ടത്തിൽ പുതുക്കാട് സീറ്റിൽ താങ്കളുടെ പേര് ഉയർന്നു കേട്ടതാണ്. അവിടെ മത്സരിക്കാൻ പ്രതീക്ഷിക്കപ്പെട്ടതുമാണ്. പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുകയും ചെയ്തു. അവിടെ നിന്നൊക്കെ പിന്നീട് എന്ത് അട്ടിമറിയാണ് ഉണ്ടായത്? ആ കാര്യത്തിൽ എന്ത് തീരുമാനം മാറാനും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടോ? ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല ഇതുവരെ. കാരണം എനിക്കത് സീറ്റിൽ മത്സരിക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നു, മനസ്സിലായില്ല. പിന്നെ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് അവിടെ നടന്നോ ഇല്ലെന്നുള്ളതല്ല. എനിക്ക് അതിനകത്തൊരു അതിനുശേഷം എന്നെ അവർ മാറ്റിയതിന് ശേഷം ഞാൻ ക്യാമ്പയിലുണ്ടായിരുന്നല്ലോ. ഞാൻ അതിനുശേഷം മണലൂര് മറ്റേ നിർമ്മല സീതാരാമൻ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തിട്ടാണ് ഞാനൊരു ഇലക്ഷനിൽ നിന്ന് MLA ആവാനായിട്ടുള്ള ഒരു ചുരുങ്ങിയ ആവശ്യമായിട്ട് വന്നവനല്ല. ഞാൻ പറഞ്ഞ കേരളത്തിൽ മതസൗഹാർദ്ദം, മതങ്ങൾ നമ്മൾ ഏറ്റവും, കാരണം ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അത് പ്രായോഗികമല്ല, മനസ്സിലായില്ലേ? അത് പ്രായോഗികമല്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഗുരുദേവൻ പറയുന്നുണ്ട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതാണ് എൻ്റെ മുദ്രാവാക്യം. ശ്രീനാരായണ ദർശനങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് SNDPയോ ഈഴവ പാർട്ടി ഒന്നും ആയിരിക്കരുത് അത്. ഞാൻ പാർട്ടിയിലൊന്നും ജാതിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അടുത്ത ദിവസങ്ങളിലായിട്ട് വലിയ വെളിപ്പെടുത്തലുകളും മറ്റുമൊക്കെ പുറത്തായിട്ട് വാർത്താ രൂപത്തിൽ വരുന്നു. BJPക്കുള്ളിൽ വലിയ ഫണ്ട് വിവാദങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, പരാതികൾ ഉണ്ടാകുന്നു, പലർക്കെതിരെ നടപടിയെടുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ തോതിൽ ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും BJPയുടെ ഓരോ ഘടകങ്ങളിലേക്കും എത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഒരു അവസരമാക്കി മാറ്റി ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കിയാണോ ഈ നേതാക്കൾ ഉപയോഗിച്ചത്? അതല്ലെങ്കിൽ എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചത്? അതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല വസ്തുത. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ചാർജൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു ഡീപ്പായിട്ട് ഓഫീസിൽ പോകാതെ അന്വേഷിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കത് എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടി വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ, അങ്ങനെ പരാതികൾ ശരിയാണ്. അല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്നെ മാറ്റിയല്ലോ 23-ല്. സ്ഥാനം എന്നെ മാറ്റിക്കളഞ്ഞു. ഇപ്പൊ നിലവിൽ അവർ മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ അറിവില്ലാതെ മാറ്റി. ഇപ്പോഴും അവർ ഔദ്യോഗികമായിട്ട് നിങ്ങളെ മാറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും വൈസ് പ്രസിഡന്റ് എന്നുള്ളതാണല്ലോ. അത് എൻ്റെ അറിവ് വെച്ചിട്ട്, ദാറ്റ് ഈസ് ദ പോയിന്റ്. എൻ്റെ അറിവിൽ ഞാൻ ഇന്നും, അല്ലെങ്കിൽ അവരെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ മാറ്റുന്നു, അല്ലെങ്കിൽ ഇതിന് എന്താണ് കാരണം, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയാനായിട്ടുള്ള ഒരു അവസരം ഇവർ തരണ്ടേ? മുൻപ് ആ സ്ഥാനത്ത് നീക്കം ചെയ്തു എന്നാണോ പറയുന്നത്? 2004 2023 തന്നു, 2004 എടുത്തു കളഞ്ഞു. അത് എൻ്റെ അറിവോട് കൂടിയിട്ടല്ല. അപ്പൊ ഇപ്പോഴും BJP നേതാക്കൾ തന്നെ പറയും താങ്കൾ ഇപ്പോഴും വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ അതുകൊണ്ട് അതും കൂട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ പറഞ്ഞ എന്നിൽ അർപ്പിച്ച 2003 തന്ന എൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം, എൻ്റെ അറിവിൽ ഞാൻ ഇപ്പോഴും വൈസ് പ്രസിഡന്റാണ്. അവർ മാറ്റുന്നത് എന്നെ മാറ്റിയിട്ടാണ് IPS പോലീസ് ഓഫീസർ കൊടുത്തത്, മനസ്സിലായില്ലേ? അല്ലല്ല, ജേക്കബ് തോമസ് അല്ല, മറ്റേ ലേഡി ശ്രീലേഖ കൊടുത്തത്. പക്ഷെ അത് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഒരു വൈസ് പ്രസിഡന്റിനെ മാറ്റുമ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് അവർ ചെയ്തിട്ടില്ല.
അത് അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു ഒരു 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 തെറ്റ് പറ്റിയതാണത്, മനസ്സിലായില്ലേ? അവിടേക്കാണ് ഈ അവഗണന എന്ന് പറയുന്ന കാരണം വെച്ചാൽ ഇയാളെ പോട്ടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ. അവഗണന നേരിട്ടു. അപ്പോൾ അതിന്റെ കാര്യം വെച്ചാൽ അത് അല്ലെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെ മാറ്റണമെങ്കിൽ എന്നെ വിളിക്കണം. ഇങ്ങനെ ഒരു സംഗതി ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അതിനുള്ളൊരു അവസരം തന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തോളം ഞാൻ ഇപ്പോഴും അത് ഇന്നലെ വരെ ഇപ്പോൾ മാറിപ്പോയി. ഇന്നലെ വരെ ഞാൻ വൈസ് പ്രസിഡന്റാണ്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം, എൻ്റെ അറിവിലുള്ള വൈസ് പ്രസിഡന്റ്, BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും BJPയിലുള്ള എൻ്റെ അടിസ്ഥാനപരമായ പ്രാഥമിക മെമ്പർഷിപ്പും ഞാൻ ഇന്നലോടുകൂടി അവസാനിപ്പിച്ചു. ഈ ഫണ്ട് വിവാദത്തിലും കിറ്റ് വിവാദത്തിലൊക്കെ മനസ്സുമെടുത്തിട്ട് തന്നെയാണോ ശരിക്കും ഇറങ്ങി പോകുന്നത്? ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. കാരണം നമ്മളതിന് ഉള്ളിലില്ലല്ലോ, അതേക്കുറിച്ച് അറിയില്ല. അറിയാം, ഞാൻ ഈ പത്രങ്ങൾ വരുന്ന വാർത്തയല്ലാതെ എനിക്ക് നേരിട്ട് പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതല്ലേ? ഞാൻ പാർട്ടി മീറ്റിംഗിൽ അവർ വിളിക്കാറില്ല. പിന്നെ വിളിക്കാറില്ല. ഇല്ല. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗം നടന്നിട്ട് ഇല്ല വിളിച്ചിട്ടില്ല. കഴിഞ്ഞൊരു 2-2.5-3 വർഷമായിട്ട് ഞാൻ പാർട്ടിയിൽ ഒരു മീറ്റിംഗിൽ വിളിച്ചിട്ടില്ല. പക്ഷേ ഇലക്ഷൻ കാലത്തൊക്കെ അത് എന്റെ പേഴ്സണൽ വരുവാൻ ഞാനൊരു BJPക്കാരനാണല്ലോ, മനസ്സിലായില്ല. അപ്പോൾ ഒരു കാൻഡിഡേറ്റുകൾ എന്നെ വിളിക്കും. കാൻഡിഡേറ്റ് നിൽക്കുന്നില്ല, സ്ഥാനാർത്ഥികൾ എന്നെ വിളിക്കും, ചേട്ടാ ഒന്ന് വരണം എന്ന് പറയും. കാരണം അത് അവർക്ക് താല്പര്യം തന്നെ. കാരണം അവരെ നോക്കാൻ അവർ വരാറില്ല, ലീഡേഴ്സ് വരാറില്ല. അപ്പോൾ അവർ ഓരോ എന്നെ വിളിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് പല സ്ഥലങ്ങളിലുണ്ട്. അത് ആ വോട്ട് കൂടും ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഈ